ഗൈസ്, അങ്ങനെ നമ്മുടെ അസർബൈജാനിലുള്ള ഒരു സ്ഥലമാണ് ഇച്ചാരി ഷെയ്ൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ സ്ഥലം കാണാൻ വേണ്ടി ഞാൻ പോവാണ്. ഓൾറെഡി ഫസ്റ്റ് മെട്രോയിൽ കയറി വഴി തെറ്റി പോയി തിരിച്ചു വന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടെ സെയിം റൂട്ടിൽ തന്നെ ഡിഫറെൻറ്റ് മെട്രോസ് ഉണ്ട്. നമ്മൾ പോകുന്ന അതേ മെട്രോ സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഡിഫറെൻറ്റ് മെട്രോസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇച്ചാരി ഷഹർ എന്ന് പറഞ്ഞൊരു എന്തൊരു സാധനമാണ്, അതെന്താ സംഭവം എനിക്കറിയില്ല. അത് കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. അപ്പോൾ ഇപ്പോൾ ഇവരുടെ മെട്രോയിലാണുള്ളത്. ബാക്കി നമുക്ക് നോക്കാം എന്താവുന്നത്. ഓക്കെ, പറഞ്ഞു കേട്ടിടത്തോളം ഇവിടെ അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. മെട്രോ ഭയങ്കര താഴ്ചയിലാണ്, ഭയങ്കര ആഴത്തിലാണ്. മെട്രോ അണ്ടർഗ്രൗണ്ട് മെട്രോ ഒക്കെ പോകുന്നത് എനിക്ക് തോന്നുന്നു ഒരു 60-80 മീറ്റർ താഴെയാണ് മെട്രോ ഉള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് കാണാൻ വരാൻ സ്ഥലം കണ്ടിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇച്ചാരി ഷഹറിൽ. ഇവിടെ നമ്മുടെ പഴയ സെറ്റപ്പ് ഫോണ് കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. യെസ്, ഇവിടെ നമ്മുടെ പഴയ സെറ്റപ്പ് ഫോണ് കാര്യങ്ങളൊക്കെ. യെസ്, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇതൊക്കെ വർക്കിംഗ് ആണത്. യെസ് യെസ്, ഈ സാധനങ്ങളുടെ പരിപാടികളൊക്കെ ഉണ്ട്. ഹായ്, ഐ ആം ഫ്രം ഇന്ത്യ. ഇന്ത്യ. Yeah. Oh? Taj Mahal. Taj Mahal. Thank you. I'm a YouTuber. Yeah. Brother, nice to meet you. Nice to meet you. So, ഇതൊക്കെയാണ് നമ്മുടെ സ്ഥലങ്ങൾ. പക്ഷേ ഇന്ത്യൻസിനെ എവിടെയും നമ്മൾ വേറെ സ്ഥലത്ത് പോകുമ്പോഴല്ലോ കേട്ടോ. നമ്മൾ കസാക്കിസ്ഥാനിൽ പോയാലും ഇവിടെ അസർബൈജാനിൽ വരുമ്പോഴേക്കും ഇവിടെ ഭയങ്കര അത്യാവശ്യം നല്ലൊരു റെസ്പെക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഇവിടെ ഇന്ത്യൻസ് പറയുമ്പോൾ ഓ മൈ ഗോഡ് ഐ ലവ് ഇന്ത്യൻസ് ഒക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട്. അത് ഒരു വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. പൊതുവേ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിന് അത്ര താല്പര്യമില്ല. കാരണം എനിക്ക് എവിടെ പോയാലും സ്ഥലങ്ങൾ ആസ്വദിക്കണമെന്നും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂട്യൂബേഴ്സ് വ്ളോഗേഴ്സൊക്കെ എന്താ ചോദിച്ചാൽ അവരെവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്, അവരിതൊന്നും എൻജോയ് ചെയ്യില്ല. അവർ വീഡിയോ എടുക്കാനുള്ള തിരക്കിലേക്ക്, അവർക്ക് കണ്ടന്റ് എന്നുള്ള മാത്രമായിരിക്കണം. അപ്പം അങ്ങനെ ഒരു സംഭവത്തിനല്ല ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇത് എൻ്റെ മെമ്മറീസാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പിന്നെ കാണാത്ത ആൾക്കാർക്ക് കാണാനും പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പല അറിവുകളുണ്ട്. അപ്പോൾ ഒരാളിപ്പം പുതിയൊരു സ്ഥലത്തേക്ക് കസാക്കിസ്ഥാനിലേക്ക് പോകുമ്പോൾ അവിടെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതവർക്ക് ഹെൽപ്ഫുള്ളാവും. അതിനേക്കാളുപരി എനിക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലത്ത് വരുന്ന സമയത്ത് എൻ്റെ ഒരു മെമ്മറി നമ്മൾ ഫോണിലൊക്കെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ പോയാൽ പോയി. പക്ഷേ ഈ സാധനം അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. സോ ഒരു മെമ്മറി സേവ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. അതുപോലെ ഞാനവിടെ പോയാലും ഒരുപാട് സമയം വീഡിയോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാറില്ല. ഞാനവിടെ പോയി കഴിഞ്ഞാലും അവിടുന്ന് ഒരു 1-2 ക്ലിപ്സ് എടുത്തിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ലോകത്തേക്ക് സമാധാനത്തിൻ്റെ സ്ഥലങ്ങളൊക്കെ കണ്ടിരിക്കും. യെസ്, ഇത് കണ്ട ഈ സ്ഥലങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു അസർബൈജാൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു വിൻറ്റേജ് മോഡ് സംഭവങ്ങളാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ഒരു പഴയ ടൈപ്പ് സാധനങ്ങളും അങ്ങനത്തെ ഒരു സ്റ്റൈലിഷ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ലൈറ്റ് ആണെങ്കിലും കണ്ടാൽ നിങ്ങൾ ലൈറ്റിൻ്റെ വിളക്കാണെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടാലും അത്യാവശ്യം ഒരു ഓൾഡ് ടൈപ്പ് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് മൊത്തം. ഓക്കെ, നൈസ്, സോ ബ്യൂട്ടിഫുൾ. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് മൊത്തം. എന്താ അതില്ലേ ഫ്രെയിം നോക്ക് നിങ്ങൾ. ഹായ്, ആരാത്? എന്താ പറയുക, ഇവിടെയൊക്കെ ഒരു ഫോട്ടോഷൂട്ടിന് വന്നാൽ അത് തന്നെ ഉണ്ടാവും മുതലായിട്ട്. യെസ്, ഒരു രക്ഷയില്ല കേട്ടോ. സാധനം ഉണ്ട്. ഇതെന്ത് കോട്ടയാണെന്ന് തോന്നുന്നു. ഇതൊരു പണ്ടത്തെ രാജാക്കന്മാരെ കോട്ടയാണ്. എന്തൊരു സംഭവം ഉണ്ട് ഇവിടെ. ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ ഈ ഇച്ചാരി ഷഹറിൽ ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടിങ്ങനെ വരുമ്പോഴാണ് വേറൊരു അടിപൊളി കാഴ്ച ഞാൻ കണ്ടത്. കുറച്ച് പിള്ളേർ ചേർന്നിരുന്നിട്ട് കീബോർഡ് വായിക്കുകയാണ്. ഒരു രക്ഷയില്ല. യെസ്, ആ സാധനം ഞാൻ കാണിച്ചു തരാം. ഞാനിങ്ങനെ വന്നിട്ട് ഇതിലൂടെ ചുമ്മാ നടക്കായിരുന്നു. അപ്പം ഉണ്ടത് കുറച്ച് പിള്ളേർ ചേർന്നിട്ട് ഇതേ കീബോർഡ് വായിക്കുന്നു. ഇതെന്തൊരു കോട്ട, ഇത് നമ്മൾ വിചാരിച്ച പോലെ മറ്റേ വേറെ സാധനമല്ല. ഇത് കൊട്ടാരമൊന്നും, ഇതൊരു കോട്ടയാണെന്ന് കേട്ടോ. ഏതോ ഒരു കോട്ടയാണ്. യെസ്, അപ്പോൾ അതേ ഉമ്മാര് വന്നിട്ട് ഇവിടുന്ന് വായിൽ വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ മുസ്ലിംസിൻ്റെ ആണെന്ന് കേട്ടോ. കാരണം പള്ളിയുടെ സംഭവം കാണുന്നുണ്ട്. യെസ്, Can I take a video? Can I take a video? No, you can. Okay. No, you.
Can I take video? Okay. Play. ഞാൻ വന്നതും പിള്ളേർ പോയി. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഞാൻ വന്നതും അവർ വിചാരിച്ചു ഞാൻ വായിക്കാൻ വേണ്ടി വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ആക്ച്വലി അവർ വിചാരിച്ചു ഞാനത് ചോദിക്കുന്നത് ഞാനത് വായിക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഞാനത് വായിക്കാൻ വേണ്ടിയിട്ടില്ല, അവർ വായിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്ന് ഏതോ ഒരു അമ്മൂമ്മ അവിടുന്ന് വായിക്കുന്നുണ്ട്. എനിക്കൊന്നും ഇവിടെ പോയിട്ട് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന തോന്നുന്നു. അമ്മൂമ്മ അത് റെഡി ആയിരിക്കണം. പുള്ളിക്കാരി എന്താ അടിപൊളിയായിട്ട് വായിക്കുന്ന തോന്നുന്നു. അമ്മ പുള്ളിക്കാരി കൊല്ലപ്പെടുത്തൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാനിവിടെ ഒരു കോഫി കുടിക്കാൻ വന്നിരിക്കുകയാണ്. വാട്ട്സ് യുവർ നെയിം ബ്രോ? My name is Adam. Okay, Adam. This is Adam's shop, so I'm going to take a coffee from him. Okay, bro, give me a coffee. Thank you. ഇത് ആദമിന്റെ ഇവിടുത്തെ ഒരു കോഫി ഷോപ്പാണ്. പുള്ളി സെറ്റപ്പിൽ നടത്ത നല്ല ഒരു ആംബിയൻസിലാണ് പുള്ളി ചെയ്യുന്നത്. കണ്ടാ ഈ ഒരു വൈബില് മിൽക്ക് കോഫി, മിൽക്ക് കോഫി വിത്ത് മിൽക്ക്. Cappuccino. Bro, you got the right place. This is the right place. ഒരു രക്ഷയില്ല. ഷോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഷോപ്പ്. ഇതുപോലൊരു സാധനം വെക്കണം. യെസ്, സ്മോൾ. യാ, അവൻ്റെ ഒരു ഷോപ്പിന്റെ സെറ്റപ്പിന് നോക്കും. ആ നീല ടാർപോളിൽ ആക്ച്വലി ഇല്ല കേട്ടോ. ആ നീല ടാർപോളിൽ അവർ ഇപ്പൊ മഴ എങ്ങനെയായിട്ട് ചേർ മൂടിട്ടാ അതും കൂടെ ഫ്രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ സാധനം വേറെ നൈസ് ആംബിയൻസ് സാധനമാണ്. യെസ്, ഉണ്ട്. അതിൻ്റെ എന്തൊക്കെയാണല്ലോ കോഫി സ്റ്റൈൽ, എക്സ്പ്രസോ, അമേരിക്കാനോ, മോച്ച, റാഫ് എല്ലാം ഉണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ തണുപ്പ് കൂടി വരികയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പതുക്കെ തിരക്കാനുള്ള പരിപാടിയാണ്. ഇനി ഇവിടെ നിന്നാൽ പണിപ്പാളും. ഓക്കെ, പയ്യം പാവം കേട്ടോ. അവനാണെങ്കിൽ യൂട്യൂബറാണെങ്കിൽ ഇപ്പം എനിക്കൊരു കോഫിയൊക്കെ ഫ്രീ ആയിട്ട് വേണ്ട കോഫിയുടെ ക്യാഷ് ഒന്നും വാങ്ങിയില്ല. ഞാൻ വാങ്ങാൻ നിന്നില്ല, കാരണം അവൻ ആകെയുള്ള ഇന്നത്തെ വരുമാനം അതായിരിക്കും. നമ്മൾ ആ കാഫി ഇവിടെ വെച്ചാൽ ഒരു കോഫിക്ക് 150, നമ്മുടെ നാട്ടിൽ 200. ഈ ചെറിയ ലോക്കൽ ഷോപ്സിൽ തന്നെ അത്ര റേറ്റ് വരും. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇതിന് ഈ കോട്ടുണ്ട്, ഇവിടെ ഒരു കോട്ടുണ്ടായിരുന്നു. ഈ സാധനത്തിന് ഉള്ളിലേക്ക് കയറാൻ എന്താ വഴി നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് ഈ സാധനത്തിന് എൻട്രി. അപ്പം നമുക്ക് ഈ സാധനത്തിൻ്റെ അകത്തേക്ക് കയറി നോക്കാം എന്താ സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. യെസ് യെസ്, കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഷോപ്പുണ്ട്. യെസ്, ഒരു ഷോപ്പ് നമുക്ക് കാണാം. നൈസാണ്. ഇവിടെ എല്ലാവരുടെ കയ്യിൽ സിഗരറ്റ് ഉണ്ട്. യെസ്, കണ്ടോ, കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഷോപ്പുണ്ട്. യെസ്, പിന്നെ ഇതിൻ്റെ അകത്തോടെ വണ്ടിയൊക്കെ പോകുന്നുണ്ടല്ലേ. യെസ്, സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താണ് സംഭവം? പലതിനായിട്ടും പല ഡംപിങ് സാധനങ്ങളും ഉണ്ട്. പിന്നെ അതെ ഇതിൻ്റെ ഉള്ളിലൊരു കമ്മ്യൂണിറ്റി പോലെ അവർ എന്തോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ്, ഇങ്ങനെ ഷോപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ കുറേ സാധനങ്ങളും സംഭവങ്ങളും വെച്ചിട്ട് ഇവരുടെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്, നൈസാണ് അത്യാവശ്യം. അങ്ങനെ ഞാൻ വന്ന സമയത്താണ് ഈ പുള്ളിയുടെ ഫോട്ടോ കാണുന്നത്. ഇത് എല്ലാ സ്ഥലത്തും ഞാൻ ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ആരാന്ന് എനിക്ക് അറിയില്ല. അപ്പം നമുക്ക് ഇങ്ങനെ ഞാൻ വന്ന സമയത്താണ് ഈ ഫോട്ടോ ആരാന്ന് നോക്കുന്നത്. നമുക്ക് ഇത് ആരാന്നൊന്ന് വായിച്ചു നോക്കാം. യെസ്, ഇത് എന്ന് പറയുന്നത് ഭഗവാനെ അലിയാഗ വാഹിദ്, ദ മാസ്റ്റർ ഓഫ് ഗസൽസ് ആൻഡ് സിറീഖ് പോയട്രി, ഡിസ്റ്റിംഗ്വിഷ്ഡ് മാൻ ഓഫ് ആർട്ട്. ഇവിടുത്തെ ഏതോ ഒരു വലിയ കവിയാണ്. പുള്ളി ഇത് വിവരിച്ച് കൊടുക്കുന്നുണ്ട്.
ഗൈഡാന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ആരോ കവിയുടെ ഒരു ചായ എനിക്കത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പുള്ളിക്ക്. യെസ്, വാഹിദ് വാസ് ബോൺ ഇൻ ബാക്കു. വീടാണ്. പിന്നെ ഇവിടെ ഒരു ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്, അത്യാവശ്യം സെറ്റപ്പായിട്ട്. ഓ, ഇതെനിക്ക് തോന്നുന്നത് അറിയുമോ, ഇത് ഇവരുടെ എന്തോ ഒരു പഴയ കോട്ട എങ്ങാനായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊരു ഓൾഡ് സ്ട്രീറ്റ് ആക്കിയിട്ടുണ്ട് അവർ. കണ്ടോ, ഇതിങ്ങനെ ഉള്ളിലൂടെയൊക്കെ അവർക്ക് ഒരുപാട് വഴികളുണ്ട്. ഈ വഴികളിലൂടെ അങ്ങനെ പോകാം. കണ്ടോ, യെസ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ലെഫ്റ്റ് റൈറ്റ് പോയിട്ട് പല വഴികൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വഴികളിലൂടെയൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഇത് കണ്ടോ, ഇത് അതിനിടയ്ക്കൊക്കെ ഓരോ ഫുൾ റെസ്റ്റോറൻറ്റ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. യെസ്, റെസ്റ്റോറൻറ്റ്സ് ഒരു പഴയ ബിൽഡിംഗ് ടൈപ്പിലാണല്ലോ സാധനങ്ങൾ. യെസ്, ഇതാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ എംബ്ലം. അസർബൈജാൻ്റെ ലോഗോ എംബ്ലം ആണിത്. അവരുടെ ഫ്ലാഗാണ്. യെസ് യെസ്, ഇതിൻ്റെ ഉള്ളിൽ കുറേ റെസ്റ്റോറൻറ്റ്സ് തന്നെയാണ് കൂടുതലുള്ളത്. യെസ്, വണ്ടികളുണ്ട്. യെസ്, മാജിദ് ഹോട്ടൽ ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് ആണ്. റെസ്റ്റോറൻറ്റ്സ് കൊണ്ടൊരു കളിയാണ് ഇവിടെ. അതിൻ്റെ ഇടയിൽ കൂടെ വഴിയുണ്ട്. യെസ്, വണ്ടി വരുന്നു. യെസ്, സെനറ്റർ. യെസ്, എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ ഓൾഡ് സ്ട്രീറ്റ് ആണ് തോന്നുന്നു. യെസ്, പഴയ റെസ്റ്റോറൻറ്റ്സ്. പഴയ സെറ്റപ്പിൽ ഇതാണെങ്കിൽ മൊത്തം വഴികളാണുള്ളത്. അവസാനം ഞാൻ തിരിച്ചു വരാൻ കഷ്ടപ്പെടുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഇവിടെ ഒരു മിനി മാർക്കറ്റ് ഉണ്ട്. അതുപോലെ ഒരു മിനി മാർക്കറ്റ് എഴുതിയിട്ടുണ്ട്. ഈ എഴുത്തല്ല, നല്ല വൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താണ് മിനി മാർക്കറ്റിലുള്ളതെന്ന്. ഓക്കെ, അയ്യോ, നല്ല ചെടികളൊക്കെ വെച്ച് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നോക്കാം ഇവിടെ എന്താണെന്ന്. ഇതാണോ മിനി മാർക്കറ്റ്? എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിലുള്ളായിരുന്നു തോന്നുന്നു മിനി മാർക്കറ്റ്. എനിക്കറിയില്ല. നമ്മളിങ്ങനെ പ്രത്യേക വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം നോക്കാം. അയ്യോ, ഇവിടെ ഒരാളിരിക്കുന്നുണ്ടല്ലോ. ഇതാരത്? ഓയ്, ഇവിടെയൊക്കെ വഴികളാണ്. ഇങ്ങനെ അടിപൊളി സെറ്റപ്പാണ്. യെസ്, ഇതൊരു റെസ്റ്റോറൻ്റ് കേട്ടോ. ഇതൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. യെസ്, ഭാഗ്യം, നമ്മൾ തിരിച്ച് വഴിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഈ ഒരു But I make it for you like a banana soup. ഇതിവിടുത്തെ ഓരോ ഫ്രൂട്ട്സും ഷോപ്പുകളാണ് ഗൈസ്. ഷോപ്പാണ്. അതുപോലെ ഇത് ബാക്കുവിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള അവരുടെ കുറേ എംബ്ലംസ് ആണ്. ഇത് അവരുടെ കുറച്ച് ഷോപ്പാണ്. അവരുടെ ട്രഡീഷണൽ ടൈപ്പ് ജ്യൂസ് മേക്കർ. ഇത് അവരുടെ റെസ്റ്റോറൻ്റ് ആണ് ബാക്കു എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ചെറിയ സ്ട്രീറ്റുകളാണ്. എനിക്ക് തോന്നുന്നു അസർബൈജാൻ യു ഷുഡ് വിസിറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ലൈഫ്. അത്രയുണ്ട് കാണാൻ. താങ്ക് യു. യെസ്, ഇതാണ് ഇവിടുത്തെ അപ്പോൾ പുള്ളി പറഞ്ഞു വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. നമ്മുടെ വിത്ത് പെർമിഷനാണ് നമ്മൾ കയറിയിരിക്കുന്നത്. യെസ്, നൈസ്. യെസ്, നിങ്ങൾ ഈ സ്ട്രീറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് കാര്യങ്ങളുണ്ട്. ഇത് നല്ലൊരു ആംബിയൻസിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതല്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. യെസ്, അവിടെ ഉണ്ട്. ആരാ ഡാൻസ് കളിക്കുന്നത്?
പീസ്ഫുൾ റെസ്റ്റോറൻ്റ് ആണ്. നല്ല നൈസ് ആംബിയൻസിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ വേറൊരു വൈബ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല. ഇവരുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് എനിക്ക് തോന്നുന്നു ഇവർ ഇത് മേക്ക് ചെയ്യുന്ന മെത്തേഡാണ്. താങ്ക് യു. അങ്ങനെ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് പോവാണ്. തിരിച്ചു കഴിഞ്ഞാൽ താങ്ക് യു ബ്രദർ. താങ്ക് യു. യാ താങ്ക് യു. ഗൈസ്, അപ്പം നമ്മൾ ഇത്ര നേരം നോക്കുന്ന ടവർ ഇവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. യെസ്, ഇത് കാണാൻ പോകുന്നത് ഈ സാധനമാണ് നമ്മൾ ടവർ എന്ന് പറയുന്നത്. ഹായ് ഇതാ. വൺ മിനിറ്റ്. ഇതാണ് നമ്മളെ ടവർ. യെസ്. ഹായ്. ഷോയി. handmade. Oh, خشب chestnut. that's nice. Bu Oh. plantar. Freeholme var. Plantar. I got it. Design gibi. Oh, Khashab. nice. Chestnut. No, I'll come back. നീ പറഞ്ഞ തെറിയാണോ എന്നെ പറഞ്ഞറിയില്ല, പക്ഷെ എന്തായാലും സാധനം കൊള്ളാം. ഹായ്, വാട്ട്സ് യുവർ നെയിം? Ishke. Okay. I'm a YouTuber from India. YouTuber. Number one. Indian number one. Thank you. Welcome as Yeah. Yeah. Okay. ഇത് പുള്ളിയുടെ ഷോപ്പാണ്. ശേഷം വാട്ട്സ് യുവർ നെയിം ബ്രദർ? ഇഷ്കിൻ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ടവർ കാണാൻ പറയുകയാണെങ്കിൽ യു ഷുഡ് വിസിറ്റ് ഇഷ്കിൻസ് ഷോപ്പ്. ഓക്കെ? യാ ബൈ. ഓക്കെ, ഒരു ടവർ മാത്രമല്ല. Can I take a video? ഇത് ഒരു ഗെയിമാണ്. ഇവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ വന്നപ്പോൾ ഗെയിം ക്ലോസ് ആയി. തെറിയാണോ പറഞ്ഞത് അറിയില്ല, പക്ഷെ ചിലപ്പോൾ നല്ലതായിരിക്കും പറഞ്ഞത്, ചിലപ്പോൾ അതെ. ഞാൻ വന്നത് അവരുടെ ഗെയിം ക്ലോസ് ആയി. അപ്പോൾ ഗെയിം ജയിച്ചവനും തോറ്റവനും തെറി പറയുന്നുണ്ടോ എന്തായാലും. അതെ, യെസ്. ഇവരുടെ ഫുഡിൻ്റെ പരിപാടി നടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ പ്രശസ്തമായിട്ടുള്ള ടവർ. ഈ ടവറിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ ഈ ഒരു ലൊക്കേഷനിലുള്ള ടൂറിസം മെയിനായിട്ട് നടക്കുന്നത്. യെസ്, ഇവിടെ ഒരുപാട് ഷോപ്സ്, കോഫി ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്, അതിൻ്റെ കൂടെയാണ് ഈ സാധനങ്ങൾ. ഓക്കെ, പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ, ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ എന്നുള്ളവർ ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു സാധനമാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇവർ ഡെവലപ്പ് ചെയ്തെടുത്തു. എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കോട്ടയാണെങ്കിലും ഈ ഒരു ടവർ ആണെന്നുണ്ടെങ്കിലും ഈ ടവറിന് ചുറ്റും ഇവർ ഒരുപാട് സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഇവരൊരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നല്ലൊരു ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ടൂറിസം ഡെവലപ്പ് ചെയ്തെടുത്തു. നല്ലൊരു ഐഡിയ ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. യെസ്, ഓക്കെ. Old newspaper. Yes. Okay, you are selling this? Yes. Oh, okay. Can I show your face? Okay. Yeah. What's your name, brother? Hi. Yeah. Your name? Roshan. Roshan. So you are selling the old newspapers? Yes. Oh, people were here. People have the habit to collect the old newspapers. Yes. It's 1 minute finish. 1 minute finish? Oh my god. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ പുള്ളി ഒരുപാട് പേർക്ക് പഴയ ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യുന്ന പരിപാടി ഉണ്ട്. ഇപ്പം വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റിൽ ഈ ന്യൂസ് പേപ്പർ എല്ലാം ഫിനിഷ് ആവുമെന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ, ലൈക്ക് പീപ്പിൾ ഹാവ് ദ ഹോബി. ഓ, ആൻഡ് ഇറ്റ്സ് എക്സ്പെൻസീവ്. It's expensive. What is the price for this one? Yes. It's 10 manat.
ടെൻമനാത്ത്. ഓക്കെ, ടെൻമനാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 500 ആണ്. സോ ഈ ഒരു പീസിന് ഒരു ഹോൾഡ് ചെയ്യുന്നത് 500. ഓ, യു വിൽ മേക്ക് ദ ഫോട്ടോ വിത്ത് ദാറ്റ്? Yes, it's, Ah, picture okay. is colorful, is black or white. ഓക്കെ. Language English, Azerbaijan, Russian. ഓക്കെ. ഇവൻ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഇവർ ചെയ്യുന്ന പരിപാടി. ഞാൻ ഉദ്ദേശിച്ച പറയാൻ ന്യൂസ് പേപ്പർ അല്ല, ഇവർ ഇതിൽ നമ്മുടെ ഫോട്ടോ ഏത് ഫോട്ടോ ആണോ വേണ്ടത് അത് വെച്ചിട്ട് Black or white. ബ്ലാക്ക് ഓർ വൈറ്റ് ഏത് വൈറ്റ് ആണോ വേണ്ടത് അതുപോലെ ഇവർ ചെയ്തിട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഇവരുടെ പരിപാടി ചെയ്യുന്നത്. ഓക്കെ, നൈസ് ബ്രദർ. ഞാനിങ്ങനെ നടന്ന് പോകുന്ന സമയത്താണ് രണ്ട് സുന്ദരികളായ കുട്ടികൾ എന്നെ സ്വീറ്റ്സ് കഴിക്കാൻ വിളിച്ചത്. അപ്പോൾ ഞാൻ അവർ വന്ന സ്ഥിതിക്ക് ഞാൻ എന്തായാലും വന്നിട്ട് അവരുടെ സ്വീറ്റ്സ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഹായ്. Hello. ഇവരൊക്കെ സ്വീറ്റ് ആരായാലും പോയി.